നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് രഘു തന്നെ നിൽക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. അച്ഛനെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ടി എത്രമാത്രം അധപ്പതിച്ചു എന്ന് മനസ്സിലാക്കാം. മോനെ, നിലപാടിന്റെ ശേർച്ചയാണ് നിന്റെ അച്ഛൻ. ഏത് രാവിലെ ഒന്ന് പറഞ്ഞ് വൈകുന്നേരം ആവാൻ പോലും സമയം കൊടുക്കാതെ ഉച്ചയ്ക്ക് തന്നെ അത് മാറ്റി പറയുന്ന എന്റെ അച്ഛനാണ്. രഘു ഒന്നും മിണ്ടിയില്ല. എല്ലാം ഈ തെണ്ടി പറഞ്ഞില്ലേ? എനിക്കങ്ങനെ വേറെ കാര്യങ്ങൾ പറയില്ല. ജയിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരം എനിക്ക് തന്നെ വേണം. ആഭ്യന്തരം സേഫായി, അച്ഛൻ ജയിക്കില്ലല്ലോ. വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ തോന്നുന്നു. ഇന്ന് തന്നെ നമുക്ക് പ്രചരണം തുടങ്ങണം. തോക്കണ്ടേ? തോറ്റ് ജയിക്കണ്ടേ? ഇറങ്ങാം. പ്രചരണം മിനി കൂപ്പർ തന്നെ ആയിക്കോട്ടെ. അണികൾ അവിടെ 2 ഇഞ്ചിന്റെ വേണം, 4 ഇഞ്ചിന്റെ വേണം. ആണികളല്ല, അണികൾ. എല്ലാ അടിച്ച് നെഞ്ചത്തോട്ട് കയറ്റാൻ തന്നെയല്ല, ഏതായാലും മതി. എന്റെ എല്ലാ പോസ്റ്ററിലും ടാഗ്ലൈൻ ഇതായിരിക്കണം: വാപ്പിൾ മുക്കിൽ രഘു വരും, വന്ന പോലെ തിരിച്ചു പോകും. അതും കൂടെ എഴുതിയാലേ കറക്റ്റ് ആവും. രഘു ഈ വീട്ടിലുള്ള 4 വോട്ടെങ്കിലും നമുക്ക് കിട്ടൂലേ? ആദ്യം അച്ഛൻ തന്നെ അച്ഛനിട്ട് കുത്തോന്ന് നോക്കട്ടെ. ഞാൻ കുത്തിയില്ലെങ്കിലും ജനങ്ങൾ എനിക്കിട്ട് കുത്തും. അത് ദിവസം കുത്തുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ KKPP യുടെ സ്ഥാനാർത്ഥി ഓ രഘു. കൊള്ളാം. KKPP കിട്ടിയാ കിട്ടി, പോയാ പോയി.